ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സന്ദീപ് ചതിച്ചു, കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായി, അങ്ങനെ പറയേണ്ടി വരും ഇന്നത്തെ മത്സര ഫലത്തെ. മുംബൈ സിറ്റിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരിക്കുന്നു. സെമി ഫൈനലിന് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടായിരുന്ന ടീം അത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. പക്ഷെ വരുത്തിവെച്ച പിഴവുകളെ ഓർത്തുകൊണ്ട് ഇനി സഹതപിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുറത്തായിരിക്കുന്നു. സന്ദീപ് വഴങ്ങിയ റെഡ് കാർഡ് അക്ഷരാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഒരു മാറ്റമായിരുന്നു പരിശീലകൻ വരുത്തിയിരുന്നത്. നിഹാലിന് പകരം തിയാഗോയെ പരിശീലകൻ കൊണ്ടുവന്നു. എല്ലാ വിദേശ താരങ്ങളെയും ഉൾപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു. മത്സരത്തിന്റെ 4-ാമത്തെ മിനിറ്റിൽ തിയാഗോ ആൽവസിന് ഒരു മികച്ച അവസരം ലഭിച്ചു. ലൂണയുടെ പാസിൽ നിന്നായിരുന്നു ഗോൾ അവസരം ലഭിച്ചിരുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അത് ഗോളാവാതെ മാറുകയായിരുന്നു. 9-ാമത്തെ മിനിറ്റിൽ ഒബിയേറ്റ ലക്ഷ്യത്തിലേക്ക് ഒരു ഷോട്ട് ഉതിർത്തിരുന്നു. പക്ഷെ അത് മുംബൈ ഗോൾ കീപ്പർ തന്റെ കൈകളിൽ ഒതുക്കി. മത്സരത്തിന്റെ തുടക്കത്തിൽ നല്ല രൂപത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചത്. പക്ഷെ പിന്നീട് മുംബൈ സിറ്റി തിരിച്ചു വന്നു. 22-ാമത്തെ മിനിറ്റിൽ മുംബൈ താരമായ ഒർട്ടിസ് ഒരു കിടിലൻ ഷോട്ട് എടുത്തിരുന്നു. എന്നാൽ അത് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ ഗോൾ കീപ്പറായ നോറയ്ക്ക് കഴിഞ്ഞു. 28-ാമത്തെ മിനിറ്റിലാണ് സന്ദീപ് സിംഗ് ആദ്യത്തെ യെല്ലോ കാർഡ് വഴങ്ങുന്നത്. അതായത് ഒരു ഫൗളിന്റെ പേരിലാണ് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് വഴങ്ങേണ്ടി വന്നത്. ആദ്യ പകുതിയുടെ അവസാനത്തിൽ സന്ദീപ് മറ്റൊരു ഫൗൾ കൂടി വഴങ്ങി. അതോടുകൂടി അത് റെഡ് കാർഡായി മാറി. വളരെ അനാവശ്യമായ ഒരു ഫൗളാണ് സന്ദീപ് നടത്തിയിട്ടുള്ളത്. ഓൾറെഡി ഒരു യെല്ലോ കാർഡ് ഉണ്ട്, എന്നിട്ടും വളരെ അനാവശ്യമായി കൊണ്ട് അദ്ദേഹം ആ ഒരു ഫൗൾ നടത്തുകയും റെഡ് കാർഡ് വാങ്ങുകയും ചെയ്തു. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ 10 പേരെ വെച്ചുകൊണ്ടാണ് കളിച്ചത്. തീർത്തും അനാവശ്യമായ ഒരു ഫൗളാണ് അദ്ദേഹം അവിടെ നടത്തിയിട്ടുള്ളത്. അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ആദ്യ പകുതിയിൽ രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാം പകുതിയിൽ നോവയുടെ പകരമായി കൊണ്ട് ഐബൻ കളിക്കളത്തിലേക്ക് വന്നിരുന്നു. 51-ാമത്തെ മിനിറ്റിൽ കോർണർ കിക്കിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഭീഷണി ഉയർത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ അത് ഗോളായി മാറിയില്ല. അതിന് പിന്നാലെ കോറു സിംഗിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ചെയ്തു. 54-ാമത്തെ മിനിറ്റിൽ ചാങ്തയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായ നോറ രക്ഷകനായി. 57-ാമത്തെ മിനിറ്റിൽ യുവാന്റെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് മുംബൈ സിറ്റിയുടെ ഗോൾ കീപ്പർ സേവ് ചെയ്തു. 62-ാമത്തെ മിനിറ്റിൽ കോറു സിംഗ്, തിയാഗോ എന്നിവരെ പിൻവലിച്ചുകൊണ്ട് ഫ്രെഡി, നവോച്ച എന്നിവരെ പരിശീലകൻ കൊണ്ടുവന്നു. ഇതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഉൾവലിയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ തിരിച്ചടിയായി മാറി എന്നുള്ളതാണ്. 77-ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് താരമായ കോൾഡോ പരിക്ക് മൂലം പുറത്തായി. പകരം നിഹാലിനെ പരിശീലകൻ കൊണ്ടുവന്നു. 79-ാമത്തെ മിനിറ്റിൽ ഡയസ് ഒരു കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അവിടെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് സഹീഫ് ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി. 80-ാമത്തെ മിനിറ്റിൽ ഐബൻ ഒരു വലിയ മിസ്റ്റേക്ക് വരുത്തി വെച്ചിരുന്നു. പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവിടെ ഗോൾ വഴങ്ങാതെ പോയത്. 84-ാമത്തെ മിനിറ്റിൽ ലൂണയെ പിൻവലിച്ചുകൊണ്ട് ഡാനിഷിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നു. 89-ാമത്തെ മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് സെൽഫ് ഗോൾ വഴങ്ങിയത്. അതായത് ഡയസ് ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകി. അത് തടയുന്നതിൽ സഹീഫും ഫ്രെഡിയും തമ്മിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായി. അത് ഗോളായി മാറുകയായിരുന്നു. ഇതോടുകൂടിയാണ് മുംബൈ സിറ്റി മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടിയാണ് മുംബൈ സിറ്റി കേരള ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കിക്കൊണ്ട് സെമി ഫൈനൽ യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചു വാങ്ങിയ ഒരു തോൽവിയാണ് ഇത്. സന്ദീപിന്റെ റെഡ് കാർഡ് തിരിച്ചടിയായി. പിന്നീട് ഡേവിഡ് കാറ്റല എല്ലാ മുന്നേറ്റ നിര താരങ്ങളെയും പിൻവലിച്ചുകൊണ്ട് മുഴുവൻ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു. അതും തിരിച്ചടിയായി എന്ന് വേണം പറയാൻ. ഇങ്ങനെ മണ്ടത്തരങ്ങൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സെമി ഫൈനൽ കൈവിട്ടിരിക്കുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.